ഹലോ. ഇന്ന് ഒരു പുതിയ കർണാടക ബാത്ത്, വാങ്കി ബാത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഴുതിരിങ്ങ ശാപം. ഇതും കർണാടകക്കാരനാണ്. ഇതും ഞാൻ മങ്കമ്മ എന്ന സ്ത്രീയുടെ അടുത്ത് പഠിച്ചതാണ്. അവർ ഇന്ന് എനിക്കിത് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിലെന്തോ പ്രത്യേകമായിട്ട് അസുഖം എന്തൊക്കെയായിട്ട് ആ കുട്ടിക്ക് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പറഞ്ഞു തന്ന മാതിരി അവർ കൂടെ ഉണ്ടെങ്കിൽ, പക്ഷെ ഞാനതെല്ലാം നല്ല തറവായിട്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഇന്ന് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യണത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ പാൻ വെച്ചിരിക്കുകയാണ്. വാങ്കി ബാത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പൗഡർ ശരിയാക്കണം. വാങ്കി ബാത്ത് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഈ പൊടി എങ്ങനെ പൊടിക്കണേ അതാണ് ഞാൻ കാണിക്കണേ. ഇതിനിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ, ഞാൻ 1 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് എന്ത് അരി വേണമെങ്കിലും എടുക്കാം. ബസ്മതി അരിയോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ. ഞാനിപ്പോൾ നല്ല പച്ചരി വെച്ചിട്ടാണ് ചെയ്യണത്. നല്ല പച്ചരി വെച്ചിട്ട് അവർ ചെയ്യണം. സോണ മസൂരിമാരത്തെ റൈസൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അതിന് വേണ്ടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പ്, ഇത് രണ്ടും കൂടെ ആദ്യം പാനിൽ വറുക്കണം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. സാധാരണ ഇതിൽ അവർ എണ്ണ ഒഴിക്കാറില്ല. ചിലവർ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യണേ. ഇതൊരു പൗഡർ ആക്കണമെന്നുണ്ട്. ഞാനിതിലിപ്പോൾ എണ്ണ ഒഴിക്കണില്ല കേട്ടോ. ഇപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ചെറുതായിട്ടൊന്ന് തുടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മല്ലി, കുറച്ച് ജാസ്തി ഇടണം. അതുകൊണ്ടാണ് അതാദ്യം വറുത്തത്. പിന്നെ അതിൻ്റെയും കൂടെ ചൂടൊന്നും ശരിക്കും ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒരുപാട് കരിഞ്ഞ മാതിരി വറുക്കരുത്. ഇനി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ് ഞാൻ. മല്ലി ഇട്ട് കഴിഞ്ഞിട്ട് പട്ട, കരാമ്പു. ഈ പട്ട ഇതിലേക്ക് നല്ല വലിയൊരു ഐറ്റമായിട്ട് ഇടണം. പട്ട ഒരു 4-5 കരാമ്പു. പട്ട ഇതിന് നല്ല ടേസ്റ്റ് വരുന്നൊരു ഇതാണ്. അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. പിന്നെ കൂടെ തന്നെ ഒരു 5-6 മുളക് കൂടി ഇടുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 3/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കുരുമുളക്. ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. നന്നായി തുടുക്കണം. പിന്നെ മുളക് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം നല്ലോണം കളറിന്. ഞാനിപ്പോൾ സാദാ മുളകാണ് ആഡ് ചെയ്തിരിക്കണേ. ഇനി ആദ്യമേ തന്നെ ഉണ്ടാക്കി വെച്ചു. അത് സാധാരണ നമ്മൾ ഒരുപാട് വേവാണ്ട് പാകത്തിന് വേവണം. പക്ഷെ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ ഈ വാങ്കി ബാത്തിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ പോകും. കശകശ ഇതിൽ ആഡ് ചെയ്യും. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കശകശ നല്ലതാണെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് കിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി അണ്ടിപ്പരിപ്പോ പൊട്ടുക്കടലയോ ഗോതമ്പി, അവരുടെ ഗോതമ്പി എന്ന് പറയാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ. ഈ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമ്മളിതിനെ റോസ്റ്റ് ചെയ്യണം. വല്ലാതെ എണ്ണ കുടിക്കും. ഇതിലേക്ക് ചിലവർ കായം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കായം ആഡ് ചെയ്യാം. പട്ടയാണ് ഇതിന് മുഖ്യം. അതിനുശേഷം ഞാൻ കായം ആഡ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നന്നായി ആയിക്കഴിഞ്ഞു. ഇതെല്ലാം ഇനി ഞാനൊന്ന് നല്ല മണം വരുന്നുണ്ട്. എൻ്റെ മല്ലി, മുളക് എല്ലാം നല്ലോണം വറുത്ത് കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? കായം ആഡ് ചെയ്യുന്നുണ്ട്. കായം നിങ്ങൾക്ക് കട്ട ആഡ് ചെയ്യാം. ഞാൻ പൊടിയാണ് ആഡ് ചെയ്തിരിക്കണേ. ഒരു 1/2 ടീസ്പൂൺ കായം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ പൊടിച്ചിട്ട് വരാം. പൊടിച്ചിട്ട് കാണിക്കാം ഞാൻ എന്താണ്. പക്ഷെ അവർ പറയണത് പോപ്പി സീഡ് നല്ലതാണെന്നാണ്. എൻ്റെ കയ്യിലിപ്പോൾ പോപ്പി സീഡ് ആഡ് ചെയ്യാനും ഇല്ല. ഇപ്പം ഞാൻ പൊടിയൊക്കെ പൊടിച്ചു. ഇനി ഞാൻ ആ ബാത്ത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുക. പിന്നെ ഏത് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്യാണ് ഒഴിക്കണത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. കണ്ടോളൂ. ചോറെല്ലാം ആയിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഈ കടുക്, നെയ്യൊന്ന് നന്നായി ചൂടാവണം. അപ്പം ഞാനിതിലേക്ക് കടുക് പൊട്ടി വന്നു. മുഴുവൻ പൊട്ടട്ടെ. കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് ഇതും കൂടെ അതിൻ്റെ കൂടെ വറുത്തിടും. കുറച്ച് കറിവേപ്പില, നിലക്കടല,
നിലക്കടല അവരവരുടെ ആവശ്യത്തിന് മാതിരി ഇടാട്ടോ. ഞാൻ കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട്, ഇതിൽ കൂടുതൽ വേണ്ട. ഈ സമയത്താണ് ഞാൻ എൻ്റെ വഴുതനങ്ങ എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കാൻ നോക്കിക്കോളൂ. ഒരുപാട് നനുത്തതായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം, എന്നാലേ അതിൻ്റെ കഷ്ണം കിട്ടുള്ളൂ. നമുക്ക് ഇത് ഈ നെയ്യിലിടുക, എന്നിട്ട് ഇനി നന്നായി വതക്കണം. ഈ നല്ലോണം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് വതക്കാം. എന്താ കാരണം വെച്ചാൽ ഇതൊന്ന് വേവേണ്ടതാണ്. ആഡ് ചെയ്യും. ചില ആൾക്കാർ ഈ വറുക്കുന്നതിൻ്റെ കൂടെ പുളി ഇട്ടിട്ട് വറുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്നതും അവരെനിക്ക് പറഞ്ഞു തന്നതും ഈ വഴുതിരിങ്ങ നന്നായി ഒന്ന് വതകിയിട്ട് വരുമ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ വഴുതിരിങ്ങ ലേശം തിളയ്ക്കണം. അപ്പോഴാണ് ടേസ്റ്റ് നന്നായി ഉണ്ടാവുക. ഞാനിപ്പോൾ അതുമാതിരിയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ്, ചോറിനും കൂടി വേണ്ടതായിട്ടുള്ള ഉപ്പ് ചേർക്കണം. പക്ഷേ ഇപ്പം ഞാൻ ഇതിലേക്ക് വേണ്ട ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ നോക്കിയിട്ട് ഇനി ഇപ്പോൾ ഈ വഴുതിരിങ്ങ ഒന്ന് വേഗം വെന്ത് കിട്ടും. ഒരു 80% കുക്കാണ്. 8 to 10 minutes ഇത് വറക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പുളിവെള്ളം ഒഴിച്ചാൽ നന്നായിരിക്കുള്ളൂ. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പുളിവെള്ളം, ഒരു നാരങ്ങ വലുപ്പത്തിൽ വെച്ച പുളിവെള്ളം, ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവണം. പുളിവെള്ളമൊക്കെ നല്ലോണം കൂടെ തിളച്ച് വെന്തു. ഞാൻ എൻ്റെ ഈ പൗഡർ ആഡ് ചെയ്യാം. പൗഡർ നമ്മൾ പൊടിച്ചത് മുഴുവൻ ആഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മുടെ അരി എത്രയുണ്ട് അത് പ്രകാരം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നല്ലോണം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. ഈ ചോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്നതിലുണ്ട് കിടക്കണത്. നമ്മൾ ചോറ് നോക്കിക്കോളൂ, എൻ്റെ ഒരുപാട് വെന്തിട്ടില്ല, പാകത്തിന് വെന്തിരിക്കുകയാണ്. വെന്തിട്ടേ ഇല്ല എന്നല്ല, നല്ലോണം പാകത്തിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഈ ചോറുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലോണം എണ്ണമയം വേണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. അപ്പം ഞാൻ ഇപ്പോൾ കൂടി കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പൊടി പോരാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കത് നമ്മുടെ ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലോ അറിയുക. പക്ഷേ നല്ല ഒരു മണം വരണമെങ്കിൽ ഞാൻ ഈ എടുത്ത പൊടി കറക്റ്റാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ മണമൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഇതിലെനിക്ക് കുറച്ച് ഉപ്പും നോക്കണം, കുറച്ച് നെയ്യും ഒഴിക്കണം. അപ്പോൾ എൻ്റെ ബാത്ത് റെഡിയാവും. ഇങ്ങനെ നന്നായി ഇളക്കി ചോറിനെ എല്ലാ ഭാഗത്തിലേക്കും ആക്കണം. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് കുറച്ചുകൂടി ഇതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഇതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയ ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ അവസാന ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ വാങ്കി ബാത്ത് ഞാൻ നല്ലോണം ഇളക്കി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഉപ്പ് തീരെ പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഇനിയിപ്പോൾ ഞാനിതിനെ ഓഫ് ചെയ്ത ശേഷം കണ്ടോ, ഈ വഴുതരിങ്ങ കണ്ടോ ഒന്നും ഉടഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉടയരുത്, എന്നിട്ട് വേവും വേണം. അങ്ങനെ എന്നാലേ ഈ വഴുതിരിങ്ങ കഴിച്ചിട്ട് വാങ്കി ബാത്ത് എന്ന് പറയുന്നതിനെ വഴുതിരിങ്ങ സാദം. ഇതാണ് ഇവരുടെ ഒറ്റയായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ എല്ലാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് ശരിയായി. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില നല്ലോണം ആഡ് ചെയ്താൽ നല്ലതാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവരുടെ കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ മല്ലിയില നന്നായി ആഡ് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വാങ്കി ബാത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കർണാടക സ്പെഷ്യലാണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന നമ്മളുടെ നാട്ടിൽ ഈ വാങ്കി ബാത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെ ബാത്തുകൾ കാരാ ബാത്ത്,
ഇത് നല്ലൊരു എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ, എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കാൻ നല്ലൊരു ഡിഷാണ് കൂട്ടുകാരെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പക്ഷേ ഞാൻ ഇതിനെ ആദ്യം എൻ്റെ സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കർണാടക സ്പെഷ്യൽ വാങ്കി ബാത്ത് കണ്ടു, വഴുതിരിങ്ങയൊക്കെ എല്ലാം. ഇത് വളരെ ടേസ്റ്റിയാണ്. പക്ഷേ കേരളത്തിലത്തെ കാരനാണ് ഞാൻ പറയണത് കൂട്ടുകാരെ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വല്ല സൈഡ് ഡിഷ് തൈരോ അതേമാതിരി ഇങ്ങനെ അച്ചാറോ, ഇതിനല്ലാണ്ട് സ്പെഷ്യലായിട്ട് ഒരു കറിയും അവർ ഉപയോഗിക്കില്ല. അവർ ഈ ബാത്ത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റാഗി മുദ്ദ സ്പെഷ്യൽ മാതിരിയാണ് ഇതൊന്ന് ട്രൈ ചെയ്യുക. വഴുതനങ്ങ വലിയ കിട്ടാൻ, പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പച്ച വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. എനിക്കത് കിട്ടിയില്ല. ഏത് വഴുതനങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കുക. ബട്ട് ഒരു ഫേവറേറ്റ് എന്നുള്ള നിലയിൽ പച്ച വഴുതനങ്ങ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ വഴുതനങ്ങ വെച്ചിട്ടും, ഉണ്ട പച്ച വഴുതനങ്ങ വെച്ചിട്ടും, നല്ല ഡാർക്ക് കളറുള്ള വയലറ്റ് വഴുതനങ്ങ അല്ലെങ്കിൽ നീണ്ട വയലറ്റ് കളർ വഴുതനങ്ങ, ഏത് വെച്ചിട്ടും വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുക. ഇത് വഴുതനങ്ങ സാദം, അതുകൊണ്ട് വഴുതനങ്ങ വേണമെന്ന് മാത്രം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.